ഹായ് ഹലോ എല്ലാവർക്കും ഷെറൂസ് ഫുഡ് ഗാലയിലേക്ക് സ്വാഗതം. ഞാൻ ഇവിടെ ഉണ്ടാക്കിയേക്കുന്നത് ഒരല്പം ഡിഫറെന്റ് ആയിട്ടുള്ള വഴുതനങ്ങ ഫ്രൈ ആണ്. അപ്പോൾ പുളി ഒക്കെ ഇച്ചിരി ചേർത്തിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ ഭയങ്കര സ്വാദാണ്. അപ്പം നിങ്ങൾ ഇത് കണ്ടില്ലേ, ഭയങ്കര സോഫ്റ്റാണ്. സ്പൂൺ കൊണ്ട് ഞാൻ എന്താക്കി കാണിച്ചതാണ്. ഭയങ്കര സോഫ്റ്റാണ്, നല്ല സ്വാദാണ്. കുറച്ചുകൂടെ അടുത്ത് കാണിച്ചു തരാം. കണ്ടോ, കണ്ടോ. ഇനി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഒരു വഴുതനങ്ങ വേണം. അത് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞ് എടുക്കുക. ഒരു വലിയൊരു വഴുതനങ്ങയായിരുന്നു. അത് ഇതുപോലെ കുറച്ച് കട്ടിയിൽ വട്ടത്തിൽ അരിയുക. പിന്നെ ഒരു നെല്ലിക്ക, ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് കുറച്ച് കട്ടിയായിട്ട് വെള്ളം എടുക്കുക. പിന്നെ കടുക് വറുക്കാൻ ഒരു നുള്ള് കടുക്, ഒരു പകുതി ചുമന്ന മുളക്, പിന്നെ കറിവേപ്പില ഒരു 3-4 അത്ര മതി. ചെറിയ ചുമന്നുള്ളാണെങ്കിൽ മുഴുവൻ ഇടാം. ഇത് വലിയതായതുകൊണ്ട് ഞാൻ പകുതി ഇട്ടുള്ളൂ. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ശർക്കര, ചെറുതായിട്ട് ചേർത്ത്. പിന്നെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, ഉലുവ പൊടി 1 നുള്ള്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ വഴുതനങ്ങ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടത്. ഓക്കെ, നമുക്കിതിനെ എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പാനിൽ എണ്ണ ചൂടാക്കാൻ വയ്ക്കുക. അതിലേക്ക് കടുക് പൊട്ടിക്കാൻ ഇടുക. അതിനുശേഷം നമുക്ക് കറിവേപ്പിലയും മുളകും അതിലേക്ക് ഇടാം. ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് പൊട്ടി വരട്ടെ. അതിനുശേഷമാണ് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്നത്. ഓക്കെ, മല്ലിപ്പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടി, കുരുമുളക് പൊടി, ഇതെല്ലാം ഇട്ടു. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ എന്താ പറ്റുക, ഇതെല്ലാം കരിഞ്ഞു പോകും അല്ലേ. പിന്നെ ഒരല്പം ഉപ്പ് അതിനുടെ പാകത്തിന്. ഇപ്പൊ പുളിയും അതുപോലെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് പുളി ഇഷ്ടമല്ലെങ്കിൽ ഒരുപാട് ചേർക്കണ്ട. ഇതിപ്പോ ഞാൻ കറക്റ്റ് പാകത്തിനാണ്, ഭയങ്കര പുളിയില്ല. നമ്മൾ ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതിലേക്ക് നമ്മളിങ്ങനെ വഴുതനങ്ങ വെക്കുക. നമുക്കൊരു സൈഡ് ഡിഷൊക്കെ ആയിട്ട് ഇതിങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. ബാക്കി കൂട്ടാനൊക്കെ ഇപ്പോൾ എരിവൊന്നും ഇല്ലാത്ത കൂട്ടാനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതൊക്കെ ചേർക്കാം. എരിവും പുളിവും മധുരവും എല്ലാം കൂടെ ചേർന്ന ഒരു അടിപൊളി സാധനമാണിത്. ഇനി കുറച്ച് നേരം ഒന്ന് 2 മിനിറ്റ് മതി, ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 3/4 വേവാകുമ്പോഴത്തേക്കാണ് നമ്മൾ പുളി ഒഴിക്കണേ. കണ്ടില്ലേ, എൻ്റെ സൈഡൊക്കെ കണ്ടോ, ഇങ്ങനെ വെന്തങ്ങനെ കുറച്ച് ചുരുണ്ടൊക്കെ തുടങ്ങി വരും, അകത്തേക്ക് ഇതാവും. അതാണ് അതിൻ്റെ പാകം എന്ന് പറയണേ. ഇനി നമുക്ക് പുളി ഒഴിക്കാം. ശർക്കര, ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി മധുരം ഇഷ്ടമല്ലാത്തവർക്ക് വേണമെങ്കിൽ ശർക്കര ഒഴിവാക്കാം കേട്ടോ. പക്ഷെ ഒരല്പം ശർക്കരയും കൂടെ ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തിരിച്ചിടുക.
രണ്ട് സൈഡിലും നന്നായിട്ട് ഇത് പിടിക്കണം, അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണേ. ഇതേപ്പം പാകമായി, എണ്ണയൊക്കെ കുറേ വറ്റിയിട്ടുണ്ട്. ഇനി കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ എണ്ണ എടുത്ത് മാറ്റിയാലും മതി കേട്ടോ. അപ്പം നമ്മുടെ വഴുതനങ്ങ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് നമുക്ക് വീണ്ടും കാണാം.